പ്രിയപ്പെട്ടവരെ, രാജ്യമെമ്പാടും ക്രിസ്മസിന്റെ ആഘോഷ നിറവിലാണ്. ഇവിടെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഏറ്റവും ബഹുമാന്യായ സൂപ്രണ്ട് ഡോക്ടർ ശാന്തി കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് തുടക്കമായി. ഈ ആഘോഷം ഡിസംബർ മാസം 25-ാം തീയതി യേശുദേവൻ പിറക്കുന്ന ആ ദിവസം വരെ ഇതിന്റെ ആഘോഷ നിറവിലാണ് കോട്ടയം ജനറൽ ആശുപത്രി. ഏതാണ്ട് 650-ലധികം ജീവനക്കാർ, വ്യത്യസ്തങ്ങളായ ഡിപ്പാർട്ട്മെന്റുകൾ. ഈ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം ഇന്ന് പുൽക്കൂട് തീർത്ത് ഇന്ന് യേശുവിനെ വരവേൽക്കുന്നതിനുള്ള വലിയ ആഘോഷമാണ് നടന്നു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ജീവനക്കാർ വിവിധയിടങ്ങളിൽ യേശുദേവനെ നമ്മൾ വരവേൽക്കുന്നതിന് വേണ്ടി ഈ പുൽക്കൂട് തീർത്തുകൊണ്ട് വലിയ അത്ഭുതകരമായ ഒരു മാറ്റത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ്. യേശുദേവൻ കൊടുത്ത സന്ദേശം രാജ്യത്ത് സമാധാനവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശുദേവൻ തന്നെ ലോകത്താകമാനം ഒരു സന്ദേശം കൊടുത്തിട്ടുള്ളത്. 20, 21, 22, 23, 24 തീയതികളിൽ എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്ത് കേക്ക് മുറിച്ച് മധുരപലഹാരങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ കാഴ്ചയാണ് നമ്മൾ ലോകമെമ്പാടും കാണുന്നത്. ഇത് ജാതി മത വ്യത്യാസമില്ലാതെ മതരാഷ്ട്രങ്ങൾക്ക് അതീതമായി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ നിന്നെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യേശുദേവന്റെ സന്ദേശം രാജ്യത്ത് സമാധാനം പുലരുക, ലോകത്ത് സമാധാനം പുലരുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗാസയിൽ നടക്കുന്ന ഭയങ്കരമായ വെടിവയ്പ് നമ്മുടെ ഇന്ത്യയിൽ മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ആയുധ കച്ചവടക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്ത് സമാധാനം കാക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോക ജനത ഒന്നാകെ സമാധാനത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമായി ഈ ക്രിസ്മസ് ദിനം മാറുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് കോട്ടയം ജനറൽ ആശുപത്രി അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു വരുന്നത്. അതുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ക്രിസ്മസിന്റെ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഞങ്ങൾ ഓരോ വിഭാഗത്തിന്റെ ഇത് തിരിച്ച് ഉള്ള മത്സരമായിരുന്നു. പുൽക്കൂട് മത്സരം, ക്രിസ്മസ് ട്രീ മത്സരം കൂടെ. അപ്പം ഞങ്ങളുടെ കാഷ്വാലിറ്റിയുടെ ക്രിസ്മസ് പുൽക്കൂട് ആണ് ഈ കാണുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതുപോലെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. 2025 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇതിനകത്ത് സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ HMC മെമ്പർ ആനന്ദക്കുട്ട സാറിനും ഇതിനോട് സഹകരിച്ച മുഴുവൻ പേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ലോകമെമ്പാടും ഡിസംബർ 25-ാം തീയതി യേശുദേവൻ ജനിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ്. നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് യേശുദേവൻ ജനിച്ചത് നിസ്സാരമായ കാലിത്തൊഴുത്തിലാണ്. ആ സന്ദേശവും സമാധാനവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ജീവിക്കണം. ഇന്ന് ലോകമെമ്പാടും യുദ്ധഭീതിയിലാണ്. അതായത് യേശുദേവൻ ജനിച്ച ജെറുസലേമിൽ ഇന്നും ഒരു പുൽക്കൂട് ഒരുക്കാനോ ഒരു ക്രിസ്മസ് ആഘോഷിക്കാനോ ഇന്നൊന്നും സാധ്യമല്ല. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ യേശുദേവൻ കുഞ്ഞായിട്ട് ഉണ്ണിയേശുവായി ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ധാരാളം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ ലോകം കടന്നു പോവുകയാണ്. അതിനെല്ലാം ഒരു അറുതി വരുത്തിക്കൊണ്ട് ഈ ക്രിസ്മസ് നമ്മൾ സന്ദേശത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമായ സന്ദേശം പരത്തിക്കൊണ്ട് അടുത്ത 2025 ഈ ലോകമെമ്പാടും സമാധാനം പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ജനറൽ ആശുപത്രിയിൽ നമ്മളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ ജീവനക്കാർക്കും രോഗികൾക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.